ഞാനിപ്പോൾ ജപ്പാനിലെ ഒസാക്ക നഗരത്തിലെ ഷിൻ ഒസാക്ക എന്ന ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിലാണ്. ബുള്ളറ്റ് ട്രെയിനുകൾ പല പല പ്ലാറ്റ്ഫോമിലൂടെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും പല പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഷിൻകാൻസൻ എന്നാണ് ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ അറിയപ്പെടുന്നത്. നമ്മുടേതുപോലത്തെ സാധാരണ പാളങ്ങളാണ്. ഇതിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്നത്. പല ട്രെയിനുകൾ വരുന്നു പോകുന്നു. ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നത് ഹിരോഷിമയിലേക്കാണ്. 1 മണിക്കൂറോളം കാത്തിരിക്കണം. സംഘത്തിലുള്ള എല്ലാവരും ട്രെയിൻ കണ്ടങ്ങനെ ഇരിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ വെൻഡിംഗ് മെഷീനുകളുണ്ട്. ജപ്പാനിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ തുടങ്ങി പൊതുസ്ഥലങ്ങളിലെല്ലാം വെൻഡിംഗ് മെഷീനുകളുണ്ട്. ജ്യൂസ്, പാനീയങ്ങൾ, ലഘുഭക്ഷണം എന്നിങ്ങനെ എന്തും കിട്ടും. നമ്മുടെ ആളുകളൊക്കെ അതിൽ നിന്ന് ഓരോ ജ്യൂസോ കാപ്പിയോ ഒക്കെ എടുത്തു. അതൊക്കെ കുടിച്ചുകൊണ്ട് അവർ വെടിവെട്ടവുമായിരിക്കുന്നു. ഞാൻ ഈ ട്രെയിനുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾക്കുള്ള വണ്ടിയും വരുന്നത്. രസമാണ് ട്രെയിൻ വരുന്ന കാഴ്ച. നല്ല പെർഫെക്ഷൻ. 1964 ഒക്ടോബർ 1-നാണ് ജപ്പാനിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. അതൊരു വിപ്ലവമായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. നമുക്ക് ഹൈസ്പീഡ് ട്രെയിൻ വേണോ വേണ്ടയോ എന്നുള്ള തർക്കം നടക്കുകയാണല്ലോ. ജപ്പാനുമായി ഭൂമിശാസ്ത്രപരമായി വളരെ സമാനതയുള്ള ഒരു നാടാണ് കേരളം. ജപ്പാന്റെ മാപ്പ് എടുത്തു നോക്കിയാൽ അറിയാം, കേരളം പോലെ നീണ്ടുകിടക്കുന്ന ഒരു ഭൂപ്രദേശമാണിത്. എല്ലായിടത്തും ജനവാസമുള്ള നിരവധി പട്ടണങ്ങളുള്ള നാടാണിത്. അതിന്റെ നീണ്ട ഭാഗത്ത് യാത്ര ഏറ്റവും സുഗമമാക്കുകയാണ് ബുള്ളറ്റ് ട്രെയിനുകൾ. നമ്മുടേതുപോലെ തന്നെ ഹൈടെക് പ്രൊഫഷണലുകളാണ് ഇവിടെ കൂടുതലും. അവർക്ക് ഒരു പട്ടണത്തിൽ നിന്നും അടുത്ത പട്ടണത്തിലേക്ക് ജോലി സ്ഥലത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വന്നാൽ ഏത് നഗരത്തിലും പോയി ജോലി ചെയ്യാനൊക്കെയുള്ള ഒരു സൗകര്യം വേണം. എല്ലാ 10 മിനിറ്റും കൂടുമ്പോൾ അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുമ്പോൾ ഓരോ പട്ടണത്തിലേക്ക് ട്രെയിൻ ഉണ്ട് എന്ന് ആളുകൾക്കറിയാം. 300 കിലോമീറ്റർ അകലെയുള്ള പട്ടണത്തിൽ പോലും 1 മണിക്കൂർ കൊണ്ടെത്താമെന്ന ബോധ്യം വരുമ്പോൾ എവിടെയും ജോലി ചെയ്യാനും എവിടെയും സംരംഭങ്ങൾ ആരംഭിക്കാനും ആളുകൾ തയ്യാറാവും. അല്ലാതെ ദിവസത്തിൽ ഒരു നേരമുള്ള ഒരു വിമാനത്തെ കാത്തോ ട്രെയിനിനെ കാത്തോ ഇന്നത്തെ കാലത്ത് ആളുകൾ നിൽക്കില്ല. കൊച്ചി മെട്രോയെ നമ്മൾ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? തൃപ്പൂണിത്തറയിൽ എപ്പോൾ ചെന്നാലും ആലുവയ്ക്ക് പോകാനുള്ള ഒരു ട്രെയിൻ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ടുണ്ടെന്നറിയാം. അതാണ് ആ ആത്മവിശ്വാസം. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ എപ്പോഴും റേഞ്ച് കിട്ടും എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണല്ലോ ഫോണിനെ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ഗതാഗത സംവിധാനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതും. അതിനെ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതും. അങ്ങനെയാണ് വ്യവസായങ്ങളും വാണിജ്യവും ഒക്കെ വളരുന്നത്. ഒരാൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണല്ലോ. അതിൽ പ്രധാനമാണ് ഗതാഗതം. കൃത്യതയും വേഗതയുമുള്ള ഗതാഗത സംവിധാനം ഒരു വലിയ ഇക്കണോമിയെ തന്നെ സൃഷ്ടിക്കും. കേരളമെന്ന് പറയുന്ന ഒരൊറ്റ ഭൂഭാഗത്തിന് കൃത്യമായ കണക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടും. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ആളുകൾ സംരംഭങ്ങളിലും വീടുകളിലും കെട്ടിടങ്ങളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ മട്ടിലാകും. 6:17 തന്നെ ട്രെയിൻ വരുമെന്നുള്ള അറിയിപ്പ് വന്നു. ഹിരോഷിമയിലേക്കുള്ള ട്രെയിൻ ഇനി ഏതാനും മിനിറ്റുകളേയുള്ളൂ. ജപ്പാൻ 1964-ൽ ഈ ഒരു സംവിധാനമുണ്ടാക്കി. അതായത് 60 കൊല്ലം മുൻപ് ദീർഘവീക്ഷണത്തോടെ ഈ അതിവേഗ ഗതാഗത സംവിധാനം പൂർണ്ണതയിലെത്തിച്ചു. പിന്നീടുള്ള ജപ്പാന്റെ വളർച്ചയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടായി. അങ്ങനെയെങ്കിൽ നാളത്തെ കേരളത്തിനു വേണ്ടി ഇപ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങേണ്ടേ? 300 കിലോമീറ്റർ സ്പീഡെങ്കിലുമുള്ള റെയിൽവേ സംവിധാനം നമുക്കും വേണം. ട്രെയിൻ വന്നു നിന്നു. ഞങ്ങൾ അകത്ത് കയറി. 15ാമത്തെ കോച്ചാണ് ഞങ്ങളുടേത്. എല്ലാവരും ലഗേജൊക്കെ വെച്ചു. പ്രത്യേകിച്ച് സീറ്റ് നമ്പർ ഇല്ല. അനുവദിച്ചിരിക്കുന്ന ഭാഗത്ത് ഏത് സീറ്റിലും ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ ഒസാക്ക സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. ഇനി ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് ഈ ട്രെയിൻ 330 കിലോമീറ്റർ അകലെയുള്ള ഹിരോഷിമ സ്റ്റേഷനിലെത്തും. ഈ ട്രെയിൻ ചില സമയത്ത് 200-220 കിലോമീറ്റർ സ്പീഡിലൊക്കെയേ പോവുകയുള്ളൂ. ചിലപ്പോൾ 320 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകുമെങ്കിലും പല സ്റ്റേഷനുകളിൽ നിർത്തി പോകുമ്പോൾ സ്പീഡ് കുറയും.
അതുകൊണ്ടാണ് 330 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്കെത്താൻ 1.25 മണിക്കൂർ എടുക്കുന്നത്. 270 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത്. പക്ഷേ നമ്മൾ അകത്തിരിക്കുമ്പോൾ ആ സ്പീഡ് അത്ര ഫീൽ ചെയ്യില്ല. മിതമായ സ്പീഡിൽ പോവുകയാണെന്നേ തോന്നുകയുള്ളൂ. അത് ജാപ്പനീസ് ടെക്നോളജിയുടെ ഗുണം കൂടിയാണ്. സാധാരണ ട്രെയിനുകളും ജപ്പാനിലുണ്ട്. അത് പോകുന്ന പാളങ്ങൾ വേറെയാണ്. സാധാരണ ട്രെയിൻ പാളത്തിലൂടെ ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാൻ പറ്റില്ല. മുന്നിൽ തടസ്സം സൃഷ്ടിക്കുന്ന ചരക്ക് വണ്ടികളോ ചെറിയ സ്പീഡിൽ പോകുന്ന പാസഞ്ചർ ട്രെയിനുകളോ ഉണ്ടെങ്കിൽ ഇതിന്റെ സഞ്ചാരം തടസ്സപ്പെടും. ഇതിനുവേണ്ടി മാത്രമായി പ്രത്യേക പാളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ 20-30 മിനിറ്റ് ഇടവിട്ട് ട്രെയിൻ ഇങ്ങനെ ഓടിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പണി തുടങ്ങിയെങ്കിലേ കേരളം പോലുള്ള സ്ഥലത്ത് ഭാവിയിൽ ഇത്തരം ഗതാഗത സംവിധാനം നടപ്പാക്കാനാവൂ. ജപ്പാൻ ഇതിന്റെ പണി 1950കളിൽ തുടങ്ങിയതാണെന്ന് ഓർക്കണം. ജപ്പാന്റെ തലവര തന്നെ മാറ്റിക്കളഞ്ഞ ഗതാഗത സംവിധാനമാണ് ബുള്ളറ്റ് ട്രെയിൻ. ജപ്പാനിൽ മാത്രമല്ല, യൂറോപ്പിലുമുണ്ട് ബുള്ളറ്റ് ട്രെയിനുകൾ. മറ്റു പല രാജ്യങ്ങളിലും ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞു. ജനസാന്ദ്രത കൂടിയ നാടുകളിൽ ഇത് ഏറ്റവും അത്യാവശ്യമായ സർവീസാണ്. ചൈനയിൽ 450 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ ഓടുന്നത്. ട്രെയിൻ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. സന്ധ്യയായപ്പോഴേക്കും ഞങ്ങൾ ഹിമേജി സ്റ്റേഷനിലെത്തി. 5.5 ലക്ഷം ആളുകളുണ്ട് ഹിമേജി നഗരത്തിൽ. പല സ്റ്റേഷനുകളിലും 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെയാണ് ബുള്ളറ്റ് ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടാവുക. സ്റ്റേഷനിൽ അധികം ആളുകളൊന്നും ഇറങ്ങാനില്ല. ഹൈസ്പീഡ് ട്രെയിനിൽ എപ്പോഴും നിറയെ ആളുകൾ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആവശ്യമുള്ളവരൊക്കെ അതിൽ യാത്ര ചെയ്യുകയുള്ളൂ. പക്ഷേ ആൾ കുറവല്ല. ഞങ്ങളുടെ കോച്ചിലൊക്കെ നിറയെ ആളുകളുണ്ട്. അതൊരു സിസ്റ്റമായി കഴിയുമ്പോൾ കൃത്യമായ ആവശ്യക്കാരുമുണ്ടാകും. ഞാൻ കാഴ്ചകളൊക്കെ കണ്ടും ചിന്തിച്ചും അങ്ങനെ ഇരിക്കുകയാണ്. ഇത്തരം യാത്രകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമൊക്കെയാണ് നമ്മുടെ നാടിന് ഭാവിയിൽ എന്ത് വേണമെന്ന ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്. യാത്ര ചെയ്താൽ വിവരമുണ്ടാകുമോ എന്ന് ചില പണ്ഡിതന്മാർ സഞ്ചാരം വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടാറുണ്ട്. അവർ യാത്ര ചെയ്തു നോക്കിയാൽ മനസ്സിലാകും വിവരമുണ്ടാകുമോ ഇല്ലയോ എന്ന്. പക്ഷേ അത് വെറും യാത്രയാവരുത്. കാണേണ്ടത് കണ്ണു തുറന്ന് കാണണം. അടുത്തതായി ട്രെയിൻ ഒക്കായാമ എന്ന സ്റ്റേഷനിലേക്കെത്തി. 4-5 സ്റ്റേഷൻ പിന്നിട്ടാണ് ഹിരോഷിമയിലെത്തുക. ഒക്കായാമയിൽ നിന്ന് ട്രെയിൻ നീങ്ങി. ഇത്തരം ബുള്ളറ്റ് ട്രെയിനുകളിൽ യാത്ര ചെയ്യുകയും അതിന്റെ സിസ്റ്റം മനസ്സിലാക്കുകയും അതെങ്ങനെയാണ് ആ നാടിന്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്നതെന്ന് പഠിക്കുകയും വേണം. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് അതേക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള പ്രാപ്തിയുണ്ടാകും. അടുത്തത് ഹിരോഷിമ ടെർമിനൽ സ്റ്റേഷനാണെന്ന് ബോർഡ് വന്നു. അതോടെ ഞങ്ങളെല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. നമ്മുടെ ഗൈഡ് ടാക്സൺ വന്ന് ഇറങ്ങാറായെന്നു പറഞ്ഞു. വലിയ തിരക്കു കൂട്ടേണ്ട, ഇത് അവസാന സ്റ്റോപ്പാണെന്നും പറഞ്ഞു. എല്ലാവർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. ടാക്സൺ അങ്ങനെയാണ്. എല്ലാ വിവരങ്ങളും കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും. ഹിരോഷിമ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അടുത്തു. ഈ ട്രെയിനിന്റെ ഈ റൂട്ടിലുള്ള യാത്ര അവസാനിക്കുന്ന സ്റ്റേഷൻ. അതുകൊണ്ടുതന്നെ സാവധാനം ഇറങ്ങിയാൽ മതി. ഹിരോഷിമയ്ക്ക് ശേഷവും നിരവധി സ്റ്റേഷനുകൾ ഈ റൂട്ടിലുണ്ട്. ഒടുവിൽ ഞങ്ങൾ സ്ഥലത്തെത്തി. ഹിരോഷിമ സ്റ്റേഷനിൽ വണ്ടി പോയി നിന്നു. ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ഒരു വലിയ ചരിത്ര സംഭവം നടന്ന ചരിത്രഭൂമിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണ് പ്രധാനമായിട്ടും 15-ാം നമ്പർ കോച്ചിലുണ്ടായിരുന്നത്. മറ്റു കോച്ചുകളിലും കുറെ ആളുകളുണ്ട്. ഹിരോഷിമ സ്റ്റേഷൻ. ഞങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനുകളിലെല്ലാം മുകൾ നിലയിലാണ് പ്ലാറ്റ്ഫോം. ഉയർത്തിയ പാലങ്ങളിൽ കൂടിയാണ് സിറ്റികളിൽ കൂടുതൽ സ്ഥലത്തും ബുള്ളറ്റ് ട്രെയിനുകൾ പോകുന്നത്. നേരം 7:45 ആയിരിക്കുന്നു. ഒസാക്കയിൽ നിന്ന് ഏതാണ്ട് 1.25 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. പല പ്ലാറ്റ്ഫോമിലൂടെ ബുള്ളറ്റ് ട്രെയിനുകൾ വരുന്നും പോകുന്നുമുണ്ട്. നിരന്തരം ട്രെയിനുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ട്രെയിനുകൾ തെക്കും വടക്കും ഓടിക്കൊണ്ടിരിക്കണം. എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുണ്ടാകൂ. യാത്രികരെ ഹിരോഷിമ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബോർഡ്. ഞങ്ങൾ പ്ലാറ്റ്ഫോം ഉള്ള നിലയിൽ നിന്ന് താഴെ എത്തിയിരിക്കുന്നു. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്ത ഭൂമിയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്.
1.5 ലക്ഷം മനുഷ്യർ ഏതാനും സെക്കൻഡ് കൊണ്ട് ഭസ്മമായി പോയ ഒരു നാട്ടിലേക്ക്. ലോകത്താദ്യമായി ആറ്റം ബോംബ് വീണ നഗരം. അതുപോലൊരു ചരിത്രം അതിനു മുൻപും അതിനുശേഷവുമില്ല. ആ ദുരന്തഭൂമിയിൽ ഇന്ന് ചെല്ലുമ്പോൾ കാഴ്ചകൾ ആവേശകരമാണ്. ഊർജ്ജസ്വലരായ മനുഷ്യർ, ഗംഭീരമായ കെട്ടിടങ്ങൾ, നല്ല സംവിധാനങ്ങൾ. ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന നഗരമാണിതെന്ന് ഓർക്കണം. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ സ്റ്റേഷന്റെ മുറ്റത്തേക്കിറങ്ങി. ആ കാണുന്ന വലിയ മന്ദിരമാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടൽ. അവിടേക്ക് ഇപ്പോൾ കയറുന്നില്ല. ഡിന്നർ കഴിച്ചിട്ടേ ഇനി ഹോട്ടലിലേക്ക് പോകുന്നുള്ളൂ. ഞങ്ങൾ ബസ്സിനകത്തു ചെന്ന് കയറി. ഹിരോഷിമയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ടാക്സൺ. ഒരു വിശേഷം കൂടി പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ഇന്ത്യൻ ഡിന്നറാണ്. ചോറും ചപ്പാത്തിയും വെജിറ്റബിൾ, നോൺ വെജ് വിഭവങ്ങളൊക്കെയുള്ള തനി ഇന്ത്യൻ ഡിന്നർ. ഇത്തരം യാത്രയിൽ 4 ദിവസം കൂടുമ്പോൾ ഇന്ത്യൻ ഫുഡ് കിട്ടിയാൽ എല്ലാവരും വലിയ ഹാപ്പിയാണ്. അത് ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇല്ലാത്തതുകൊണ്ടാണ് വേറൊരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നത്. ഇന്ത്യൻ ഫുഡ് ഇന്ത്യൻ റെസ്റ്റോറന്റുകളിലേ കിട്ടുകയുള്ളൂ. ടാക്സനും ഇന്ത്യൻ ഫുഡിന്റെ വലിയ ആരാധകനാണ്. ഇപ്പോഴുള്ള ടൂർ ഡയറക്ടർ ജോലിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞാൽ താൻ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് തുടങ്ങുമെന്നാണ് ടാക്സന്റെ പ്രഖ്യാപനം. നമസ്തേ എന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിന് മുന്നിൽ ബസ് കൊണ്ടുചെന്ന് നിർത്തി. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റുകൾക്കുള്ള കുഴപ്പം ഇതേയുള്ളൂ. ഇന്ത്യൻ റെസ്റ്റോറന്റുകളെല്ലാം ചെറുതായിരിക്കും. എന്നാൽ രുചികരമായ ഫുഡ് കിട്ടും ഇവിടെ. ബുഫേ ആയിരുന്നു. എല്ലാ ഇന്ത്യൻ വിഭവങ്ങളുമുണ്ട്. റൊട്ടി, ചപ്പാത്തി, റൈസ്, കറികൾ. സാധാരണ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കിട്ടുന്ന വിഭവങ്ങളെല്ലാം. കുറച്ചു ദിവസം കൂടി ഇന്ത്യൻ ഭക്ഷണം കഴിച്ചതിന്റെ സന്തോഷത്തോടെ ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഹോട്ടൽ ഗ്രാൻഡ് വിയ ഹിരോഷിമയുടെ മുന്നിലിറങ്ങി. ഞങ്ങളുടെ പ്രധാന ലഗേജ് നേരത്തെ തന്നെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹാൻഡ് ലഗേജാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്. പ്രധാന ലഗേജ് ഞങ്ങൾ കാഴ്ച കാണാൻ പോയ നേരം ഒസാക്കയിൽ നിന്ന് ചെറിയൊരു പിക്കപ്പ് വണ്ടിയിൽ ഇങ്ങോട്ട് കയറ്റിവിട്ടിരുന്നു. റിസപ്ഷനിലേക്ക് കയറി ചെന്നു. അവിടെ ചെറിയൊരു വിശ്രമം. ചെക്ക് ഇൻ പ്രൊസീജിയറിനായി കാത്തിരുന്നു. പ്രത്യേക ഡിസൈനിലുള്ള മനോഹരമായ ലോബി. അവനവന്റെ പെട്ടിയൊക്കെ എല്ലാവരും പോയി തപ്പിയെടുത്തു. ടൂർ മാനേജർ സമീലും ഗൈഡ് ടാക്സനും പോയി ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം നടത്തി. ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഈ മെഷീനിൽ കൊണ്ടുവന്ന് റൂം കീ ഇട്ടാൽ മതി. റിസപ്ഷൻ കൗണ്ടറിൽ പോയി ക്യൂ നിൽക്കേണ്ട. അങ്ങനെയുള്ള പുതിയ സിസ്റ്റമെല്ലാം ജപ്പാനിലുണ്ട്. ഞാൻ എൻ്റെ മുറിയിലേക്ക് നടന്നു. നല്ല ഹോട്ടലാണ്. ഫെസിലിറ്റികളെപ്പറ്റി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എൻ്റേത് ഒരു സിംഗിൾ റൂമാണ്. അതുകൊണ്ട് അല്പം ചെറുതാണ് മുറി. പിറ്റേ ദിവസം രാവിലെ. ഇപ്പോൾ ഈ കാണുന്നത് 1 സെക്കൻഡ് കൊണ്ട് ആറ്റം ബോംബ് വീണ് ചാരമായി പോയ ഒരു നഗരത്തിന്റെ ഇന്നത്തെ കാഴ്ചയാണ്. ഹിരോഷിമ. ചാരം മൂടിക്കിടക്കുന്ന ഒരു നഗരത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരിക്കുമല്ലോ ഹിരോഷിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. എന്നാൽ ഇന്ന് കളർഫുൾ ആയൊരു സിറ്റിയാണ് ഹിരോഷിമ. ഹോട്ടലിന്റെ ഏറ്റവും മുകളിലെ നിലയിലെ റെസ്റ്റോറന്റിൽ ഇരുന്നാണ് ഞാൻ നഗരക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ വളരെ മിതത്വം പുലർത്തുന്നതാണ് പതിവ്. അത് കഴിച്ചു. താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴേക്കും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എത്തിയിരിക്കുന്നു. ഹിരോഷിമ എന്ന ചരിത്രഭൂമിയിൽ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. നടുക്കുന്ന അനുഭവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ. അതിലേക്കെല്ലാമാണ് ഇന്ന് പോകുന്നത്. അതിമനോഹരമായ ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെ ചാരമായി പോയിടത്ത് ഉണ്ടായിട്ടുള്ളതാണെന്ന് ഓർക്കണം. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ തകർക്കാനുള്ള അറിവ് മാത്രമല്ല, അതിൽ നിന്ന് അതിമനോഹരമായി പുനഃസൃഷ്ടിക്കാനുള്ള കഴിവുമുള്ളവനാണ് മനുഷ്യനെന്ന് നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയും. എല്ലാം തകർന്നാലും മനുഷ്യൻ കൂടുതൽ പൂർണ്ണതയോടെ പുതിയതുണ്ടാക്കും. ഗാസയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതാണ്. നമ്മുടെ സംഘത്തിലെ വനിതകൾക്കെല്ലാം കൂടി ഒരു ഫോട്ടോ എടുക്കണമെന്ന ആഗ്രഹം.
പുരുഷന്മാർ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പുരുഷന്മാർക്കും വാശിയായി. പ്രതികാര നടപടി എന്ന മട്ടിൽ പുരുഷന്മാരെല്ലാവരും കൂടി നിരന്നു നിന്ന് 3-4 ഫോട്ടോ അങ്ങെടുത്തു. ആണുങ്ങൾ എല്ലാവരുമുണ്ട്. ടാക്സണും അവസാനം വന്നു ചേർന്നു. പിന്നെ ഞങ്ങൾ ബസ്സിലേക്ക് ചെന്ന് കയറി. പുതിയ ബസ്സാണ്. ഞങ്ങളുടെ ഹിരോഷിമ സഞ്ചാരത്തിനു വേണ്ടി മാത്രമുള്ള ബസ്. ഈ ഡ്രൈവർമാർക്ക് ജാപ്പനീസ് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവരോട് വർത്തമാനം പറയില്ല. അവർ വളരെ അച്ചടക്കമുള്ളവരാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ പ്രശസ്തമായ മിയാജിമ ദ്വീപിലേക്കാണ്. ടാക്സൺ ഒരു ആമുഖ പ്രസംഗം നടത്തി. Today is a Hiroshima day. Okay? First half in the morning we're going to Miyajima Island. As you know, it's about 45 minutes. പസഫിക് സമുദ്രത്തിൽ നിന്നും ഹിരോഷിമ ഭാഗത്തേക്ക് കയറിക്കിടക്കുന്ന ഒരു ഉൾക്കടലുണ്ട്. ഹിരോഷിമ ബേ എന്നാണ് അതിനു പറയുന്നത്. അതിനകത്തെ ഒരു തീർത്ഥാടന ദ്വീപാണ് മിയാജിമ. ഇത്സുകുഷിമ എന്നാണ് ആ ദ്വീപിന്റെ യഥാർത്ഥ പേര്. മിയാജിമ എന്നാൽ ഷ്രൈൻ ഐലൻഡ് എന്നാണ് അർത്ഥം. 30 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ദ്വീപാണ്. ഒരു ഫെറി ബോട്ടിൽ കയറി വേണം അവിടേക്ക് പോകാൻ. രാവിലെ തന്നെ രസകരമായ ഒരു ഗംഭീര യാത്രയാവും അത്. ഹിരോഷിമ നഗരത്തിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്തു വേണം മിയാജിമ ദ്വീപിലേക്ക് ഫെറി പുറപ്പെടുന്നിടത്തെത്താൻ. അവിടെ നിന്നും 10-20 മിനിറ്റിന്റെ ബോട്ട് യാത്രയുമുണ്ട്. ഉൾക്കടലിലെ മനോഹരമായ ഒരു ദ്വീപാണ് മിയാജിമ. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സംഘത്തിലെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു. പലപ്പോഴും നമുക്ക് സംശയം തോന്നാം, എങ്ങനെയാണ് തകർന്നു പോയ ജപ്പാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വളർന്നതെന്ന്. യുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വീണു എന്ന് മാത്രമല്ല, ജപ്പാനിലെ മിക്കവാറും എല്ലാ പട്ടണങ്ങളും ബോംബിങ്ങിലൂടെ തകർത്തു കളഞ്ഞിരുന്നു. ഒറ്റ അണുബോംബല്ലാതെ പല പല ബോംബിട്ട് തകർത്തതാണത്. ഒടുവിൽ ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. സഖ്യകക്ഷികൾക്കും യുദ്ധത്തിന്റെ കെടുതി അനുഭവിച്ചവർക്കും ജപ്പാൻ വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. യുദ്ധം കഴിഞ്ഞതോടുകൂടി ജപ്പാന്റെ സൈന്യം പിരിച്ചുവിടപ്പെട്ടു. 1945 മുതൽ 52 വരെ അമേരിക്കയാണ് ജപ്പാനെ ഭരിച്ചത്. വിഖ്യാത US സൈനിക ഓഫീസർ ജനറൽ ഡഗ്ലസ് മക് ആർതറിനായിരുന്നു അതിന്റെ നേതൃത്വം. അവർ ഇവിടെ ഡെമോക്രസി കൊണ്ടുവന്നു. രാജാവിനെ കൂച്ചുവിലങ്ങിട്ടതുപോലെ നിർത്തി. അപ്പോഴും ഒരു ശത്രുവായിട്ടല്ല അമേരിക്ക ജപ്പാനെ കണ്ടത്. ജപ്പാൻകാരും അമേരിക്കയെ അക്കാലത്ത് ശത്രുവായി കണക്കാക്കിയില്ല. ജപ്പാൻകാരുടെ മനോഭാവമാണ് ജപ്പാനെ വളർത്തിയതെന്ന് പറയാം. അമേരിക്ക ജപ്പാനിൽ അധിനിവേശിച്ചു എന്നല്ല അവർ ചിന്തിച്ചത്. അവർ അതിനെ ഒരു അവസരമായിട്ടെടുത്തു. 1951 ആയപ്പോഴേക്കും ജപ്പാനും അമേരിക്കയും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതായത് ജപ്പാന് തിരിച്ചു വളരാൻ വേണ്ട എല്ലാ സഹായവും അമേരിക്ക നൽകുമെന്ന കരാറായിരുന്നു അത്. അതുപോലെ തന്നെ ജപ്പാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഒരു വ്യവസ്ഥ മാത്രം അവർ മുന്നോട്ട് വെച്ചു. ജപ്പാൻ സൈന്യത്തെ വളർത്തില്ല എന്ന വ്യവസ്ഥ. സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടി എന്ന ആ ഉടമ്പടിയാണ് ജപ്പാന്റെ പിന്നീടുള്ള വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. യുഎസും ജപ്പാനും തമ്മിൽ സമാധാനപരവും ശക്തവുമായ ഒരു ബന്ധം ഉറപ്പുവരുത്തിയ ആ ഉടമ്പടി പ്രകാരം ജപ്പാന് യുണൈറ്റഡ് നേഷൻസിൽ വീണ്ടും പ്രവേശിക്കാനായി. യുഎസിന് ജപ്പാനിൽ ഒരു മിലിറ്ററി ബേസ് നിലനിർത്താനുള്ള അനുമതിയും ലഭിച്ചു. അമേരിക്കൻ സഹായത്തോടെ ജപ്പാന്റെ സാമ്പത്തിക മേഖലയെ വളർത്താൻ വഴിയൊരുങ്ങുകയും ചെയ്തു. യുദ്ധത്തിൽ ജപ്പാൻ തകർന്നുപോയി, പൂർണ്ണമായും പരാജയപ്പെട്ടു. അമേരിക്കയും മറ്റു സഖ്യകക്ഷികളും വിജയിക്കുകയും ചെയ്തു. ആജീവനാന്തം അവർ ശത്രുക്കളായി നിൽക്കേണ്ടതായിരുന്നില്ലേ? അതല്ല ഉണ്ടായത്. അമേരിക്കയ്ക്ക് മുന്നിൽ ജപ്പാൻ ചക്രവർത്തി കീഴടങ്ങി. പിന്നെ ദീർഘകാലം അമേരിക്ക ജപ്പാനെ ഭരിച്ചു. ആ ഭരിക്കുന്ന കാലത്താണ് ജപ്പാനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും വളരാനുള്ള വികസനത്തിനാവശ്യമായ സൗകര്യവും അമേരിക്ക ഉണ്ടാക്കിക്കൊടുത്തത്. അപ്പോൾ ജപ്പാന് ഒരു കാര്യം മനസ്സിലായി: അമേരിക്കയുമായി ശത്രുത തുടരുകയല്ല വേണ്ടത്. തകർന്നുപോയ ജപ്പാനെ പുനരുദ്ധരിക്കുന്നതിനായി അമേരിക്കയുമായി സൗഹൃദത്തിലാവണം. തന്നെയുമല്ല, ജപ്പാനും അമേരിക്കയുമായി സഹകരിച്ചാൽ വലിയ വളർച്ചയുണ്ടാക്കാമെന്നും അവർ കണ്ടുപിടിച്ചു. അങ്ങനെ അവർ ഒരു ഉടമ്പടി ഒപ്പുവെച്ച് ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് പോയി.
ഇന്നും ആ ബന്ധം തീവ്രമാണ്. കിഴക്കൻ ഏഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ അനുഭാവിയും സഖ്യകക്ഷിയും ഇന്ന് ജപ്പാനാണ്. ഒരു കാലത്ത് ശത്രുവായിരുന്നതുകൊണ്ട് എല്ലാ കാലവും അവരുടെ പേര് പോലും പറയുന്നത് തെറ്റാണെന്ന് കരുതുന്ന ജനങ്ങളും ഭരണാധികാരികളെ തമ്മിൽ തല്ലിക്കുന്ന മാധ്യമങ്ങളുമല്ല വേണ്ടത്. ശത്രുപക്ഷത്തുണ്ടായിരുന്ന രാജ്യത്തെ ഉപയോഗിച്ച് വളരാനാണ് ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾ മുതിർന്നത്. അമേരിക്കയും തങ്ങൾ തകർത്തുകളഞ്ഞ ജപ്പാനെ പുനഃസൃഷ്ടിക്കാൻ വലിയ പ്രയത്നം ചെയ്തു. ഒരു പ്രായശ്ചിത്തം പോലെ ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് അവർ വലിയ തോതിൽ ഇറക്കുമതി ചെയ്തു. ജാപ്പനീസ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ വ്യവസായം യുദ്ധാനന്തരം വലിയ വളർച്ച നേടിയത് അങ്ങനെയാണ്. ജപ്പാനിലെ തകർന്ന കെട്ടിടങ്ങളും പാലങ്ങളും പുനർനിർമ്മിക്കാൻ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളും അമേരിക്ക നൽകി. ആ കഥകൾ ഓർത്തുകൊണ്ട് സഞ്ചാരം തുടരുകയാണ്.